20 വർഷത്തിനുള്ളിൽ ഇത്രയും ദുഷ്കരമായ ദൗത്യം ഉണ്ടായിട്ടില്ല. ആരാ ഇത് പറയുന്നത്? ചെയ്ത ഒരുപാട് റെസ്ക്യൂ ഓപ്പറേഷനുകളിൽ നല്ല രീതിയിൽ വിജയം കണ്ടെത്തിയ ഒരു വ്യക്തി. അത്രയ്ക്കും ബുദ്ധിമുട്ടിലാണ് അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ആ ഒരു അപകടം. അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു രീതിയിലും ഇതുവരെയും ഈ ഒരു നിമിഷം വരെയും അർജുൻ എന്ന ചെറുപ്പക്കാരനെ നമുക്ക് കണ്ടെത്താനായിട്ട് തുടക്കത്തിൽ കുറച്ച് രക്ഷാപ്രവർത്തനം കുറച്ച് ഡിലേ വന്നെങ്കിലും പിന്നീട് കേരള ഗവൺമെൻറ്റിൻ്റെ ശക്തമായ ഇടപെടൽ കൊണ്ട്, അതുപോലെ സോഷ്യൽ മീഡിയ നമ്മുടെ നാട്ടിലെ ചാനലുകൾ എല്ലാവരും ശക്തമായി ഇടപെട്ടത് കൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ രക്ഷാപ്രവർത്തനം അവർ നടത്തി. പിന്നെ അവർ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. പുഴയിലെ ഒഴുക്ക് ആദ്യം നോക്കിയത് കരയിലായിരുന്നു, പിന്നെ അത് പുഴയിലേക്ക് മാറ്റി. പുഴയിലെ ഒഴുക്ക് ക്രമാതീതമായി അവിടെ മഴ പെയ്യുന്നത് കൊണ്ട് കൂടുതലാണ് വന്നുകൊണ്ടിരുന്നത്. നമ്മൾ രക്ഷിക്കാൻ നോക്കുന്ന അല്ലെങ്കിൽ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി ഇറങ്ങുന്ന അവരുടെ ജീവനും പോയിരിക്കുന്നത് പോലെ തന്നെ വിലപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അവിടെ ആ പുഴയിലെ ഒഴുക്ക് ക്രമാതീതമായി കൂടിയത് കൊണ്ട് തന്നെ അവിടുത്തെ കർണാടക ഗവൺമെൻറ് ഇനിയൊരു തെരച്ചിൽ ഇപ്പോൾ നടത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം ശക്തമായ രീതിയിൽ തന്നെ അവർ പറഞ്ഞെങ്കിലും കേരള ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം മൂലം പിന്നെയും അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്നേക്ക് ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വയനാട്ടിൽ സംഭവിച്ച ഭയങ്കര ദാരുണമായിട്ടുള്ള ആ ഒരു മണ്ണിടിച്ചിലിൽ ഒരുപാട് പേര് മരണപ്പെട്ടു, ഒരുപാട് പേരുടെ വീടുകൾ നഷ്ടപ്പെട്ടു. അപ്പോൾ നാം എല്ലാവരും സ്വാഭാവികമായിട്ടും അതായിരിക്കും ചിന്ത. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇതൊരു ജീവനാണ്, പക്ഷേ അതിൻ്റെ ഒരു എത്ര ഇരട്ടിയാണ് വയനാട് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. നമുക്കതൊരിക്കലും ഇതിനെ രണ്ടിനെ ഒരേ രീതിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളെ നമ്മൾ വിളിച്ചത് പ്രകാരം നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും അർജുൻ്റെ ലോറി പോലും കണ്ടെത്താൻ അവിടെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ ന്യൂസുകളെല്ലാം വന്നു. അർജുൻ്റെ മൃതദേഹം കിട്ടി, അതുപോലെ തന്നെ ലോറി കണ്ടെടുത്തു, ക്യാബിൻ്റെ അകത്ത് അർജുൻ ഇല്ല. അതെല്ലാം ഫേക്ക് ന്യൂസാണ്, എല്ലാം ഫേക്ക് ന്യൂസാണ്. അവിടെ കളക്ടർ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്, അർജുൻ്റെ ലോറിയോ അല്ലെങ്കിൽ അർജുനെയോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം വേറൊരു ഇതിൽ വന്നായിരുന്നു, അർജുൻ്റെ മൃതദേഹം കിട്ടി. ഒരിക്കലും അതെല്ലാം ഫേക്ക് ന്യൂസുകളാണ്, അതൊന്നും സത്യമല്ല. നമ്മളുടെ സുഹൃത്തുക്കൾ വഴി നമ്മൾ അന്വേഷിച്ചപ്പോൾ നിലവിലെ അവിടുത്തെ അവസ്ഥ, അവർ ഇനിയും അത് കേരള ഗവൺമെൻറ് ഇതുവരെയും അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കർണാടക ഗവൺമെൻറ്റിന് അത് പ്രഷർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും അർജുൻ എന്ന് പറയുന്ന ആ സഹോദരൻ്റെ മൃതദേഹം അങ്ങനെ തന്നെ നമുക്കിനി പറയാനല്ലേ പറ്റുള്ളൂ. അതുപോലെ ആ വാഹനം കണ്ടെത്താൻ മാക്സിമം കേരള ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ കളക്ടർ അത് പറയുകയും ചെയ്തു. അപ്പോൾ അത് നമ്മൾ വീണ്ടും ഇനി അവിടെ ഇനിയും അത് തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് കർണാടക അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇതേ ന്യൂസ് സെയിം തന്നെ അർജുൻ്റെ മൃതദേഹം കിട്ടി അല്ലെങ്കിൽ ലോറി കിട്ടി അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കുറേ വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. അതെല്ലാം ഫേക്കാണ്, ആരും അത് വിശ്വസിക്കരുത്. നിജസ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെയും അവിടെ ഒരു അപ്ഡേറ്റ് ഉണ്ടായിട്ടില്ല. അതാണ് നിജസ്ഥിതി. ഇപ്പോഴും ഗംഗാവലി പുഴ കര കവിഞ്ഞ് തന്നെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതും. റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അവർക്കും ഒരുപാട് പരിമിതികളുണ്ട്. അപ്പം നമുക്ക് ഒരു ആശ്വാസമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുൻ്റെ ഭാര്യ ഒന്നും പരിഹാരമല്ല, ആരും പരിഹാരമാവില്ല. ഒരു ജോലി അവർക്ക് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. പക്ഷേ അതൊന്നും അർജുന് പകരമായിട്ട് വരില്ല, അത് വേറൊരു കാര്യം. കൂടാതെ ഇപ്പോൾ വയനാട് സംഭവിച്ചിരിക്കുന്നത് അർജുന് സംഭവിച്ചതിനേക്കാൾ വലിയ ദാരുണമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോ കുടുംബത്തിലെ എത്രയോ പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒറ്റപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാണ്, പക്ഷേ ചെറുതാണെങ്കിലും ഒരു ജീവനാണ്. ഇപ്പോഴും അർജുനും അതുപോലെ അർജുൻ പോയ വാഹനവും
രണ്ടും കാണാമറയത്താണ്. ഇതുവരെയും ആർക്കും അതിനെക്കുറിച്ച് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇത്രയും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് പോലും അർജുൻ പിടിതരാതെ, എവിടെയോ കൺമുന്നിൽ വരാതെ മാറി നിൽക്കുന്നു. ഇനി എന്നാണ് അതിനൊരു തീരുമാനമാവുക എന്ന് നമുക്ക് കാത്തിരിക്കാം. അർജുനായി നമുക്ക് പ്രാർത്ഥിക്കാം.